പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നല്ല ദിവസത്തെ ഓർത്ത് നന്ദി പറയുന്നു. മഴയൊക്കെ ഉള്ള സമയമാണ്. ഞാനുമൊക്കെ ഈ തണുത്ത കാലാവസ്ഥയിൽ ജീവിക്കുക. പല ഭവനങ്ങളിലും മാതാപിതാക്കൾ മാത്രമായിട്ട് ജീവിക്കുന്നു. മക്കളൊക്കെ ഉള്ളവർ പുറത്തു പോയിരിക്കുന്നു. നമുക്ക് എന്താ പറ്റിയത്? നമുക്ക് എവിടെയോ വല്ലാത്ത ഒരു തണുപ്പ് ബാധിച്ചില്ലേ? സത്യമല്ലേ? എന്താണ് പറ്റിയത്? പണ്ട് നമുക്ക് മക്കളായിരുന്നു സമ്പത്ത്. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് സമ്പത്തിനെ വലുതായി നമ്മൾ കാണാൻ തുടങ്ങി. പണ്ട് കൂടുതൽ മക്കളുള്ള കുടുംബങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഭിമാനമായിരുന്നു. അപ്പനും അമ്മയ്ക്കും ഒരു അഭിമാനമായിരുന്നു. ഇന്ന് ഒന്നല്ലെങ്കിൽ രണ്ട്. എന്തേ ബലിയാകാൻ നമുക്ക് സാധിക്കുന്നില്ല? ശരിക്കും നമ്മൾ കുടുംബജീവിതമെന്ന് പറഞ്ഞാൽ അത് ബലിജീവിതമാണ്. അപ്പം എല്ലാവരുടെയും വിചാരം ഒരു സുഖജീവിതമാണെന്ന്. അങ്ങനെ കണക്കൂട്ടി വരുമ്പോഴാണ് ബലിയാകേണ്ടി വരുമ്പോൾ പ്രശ്നങ്ങളായി തീരുന്നത്. സഭയ്ക്കാണെങ്കിൽ കുറേ മുതലെല്ലാം കൂടി. മുതലൊന്നും മോശമല്ല, പക്ഷേ ഈ മുതലെല്ലാം സഭയുടേതായി മാത്രം മാറി. നഷ്ടപ്പെടുന്നവനും വിഷമിക്കുന്നവനും വേദനിക്കുന്നവനും ഒന്നും അതിൻ്റെ പങ്കില്ലാതായി. വർഷത്തിൽ ഒരിക്കലോ 2 പ്രാവശ്യമോ എന്തെങ്കിലും ആർക്കെങ്കിലും ഒരു വീട് വെച്ച് കൊടുക്കുകയോ മരുന്ന് വാങ്ങിക്കാൻ കാശ് കൊടുക്കുകയോ ചെയ്യുന്നതാണോ സത്യത്തിൽ നമ്മുടെ കടമ? തളർന്നവന് താങ്ങായി തീരേണ്ട കരങ്ങൾ, പട്ടിണിക്കാരന് വിശപ്പ് മാറ്റാനുള്ള സമ്പത്തായി തീരേണ്ട മുതലുകൾ, കൂടുതൽ മക്കൾക്ക് ജന്മം കൊടുക്കുന്നവർക്ക് വേണ്ടുന്ന നന്മകൾ പറഞ്ഞു കൊടുക്കാൻ, ചെയ്തു കൊടുക്കാനൊക്കെ വേണ്ട മുതലുകൾ നമ്മുടെ സമ്പത്തായി കൂടി. അതാണ് ഈ കുഴപ്പം പറ്റിയിരിക്കുന്നത്. അതുകൊണ്ട് എന്താണ് ഇപ്പോൾ മക്കൾ തീരെ കുറവ്, ഉള്ള മക്കൾ നാട് വിട്ടു പോകുന്നു. നമ്മൾക്ക് എന്തുകൊണ്ട് നമ്മുടെ സഭയിൽ ഒരുപാട് മുതലുകളുണ്ട്. ഈ മുതലൊക്കെ വല്ലവരും കൊണ്ടുപോവുകയുള്ളൂ. ഇനിയെങ്കിലും കുറച്ചുകൂടെ വിവേകത്തോടെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യണ്ടേ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി ബലിയായി തീരാൻ വിളിക്കപ്പെട്ടവനെന്നാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തെ അറിഞ്ഞവൻ. ദൈവത്തെ അറിഞ്ഞവൻ മറ്റുള്ളവരെ കൂടെ ദൈവത്തെ അറിയിക്കാനുള്ള ബാധ്യതയാണ്. അപ്പോൾ ഒറ്റപ്പെട്ട തുരുത്തുകൾ പോലെ കുടുംബങ്ങളും വ്യക്തികളും മാറിയത് കൊണ്ട് നമ്മൾ തകർച്ചയുടെ വക്കിലാണ് നിൽക്കുന്നത്. ഇപ്പോഴും പാവപ്പെട്ടവരാണ് കൂടുതൽ മക്കളുള്ളത്. ഞാൻ ഈ തിരുവനന്തപുരം മേഖലയിൽ ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ പള്ളിയുടെ പകുതി നിറച്ച് കുഞ്ഞുങ്ങളാണ്. കാരണം അവർ വലിയ വിദ്യാഭ്യാസമില്ലാത്ത മനുഷ്യരാണ്. കടലിൽ പോയി അധ്വാനിച്ച് ജീവിക്കുന്ന മനുഷ്യരാണ്. 4ഉം 5ഉം മക്കളില്ലാത്ത, 5ഉം 6ഉം മക്കളില്ലാത്ത കുടുംബമില്ല. അവരുടെ കുടുംബജീവിതത്തിലൊക്കെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട് കേട്ടോ, സാമ്പത്തിക പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. എന്നാലും അവർക്ക് മക്കൾ കൂടുതലുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നാൽ കൂടുതൽ സൗകര്യമുള്ള കുടുംബങ്ങളെ ഒന്ന് നോക്കിക്കേ. 100 മക്കൾക്ക് ജന്മം കൊടുത്ത് വളർത്താൻ കഴിയുന്ന സമ്പത്തുണ്ടായിരിക്കുമ്പോഴും ഒരു കുഞ്ഞിനെ അല്ല 2 കുഞ്ഞിനെ മാത്രം ജന്മം കൊടുത്തിട്ട് ജീവിതം പിന്നൊരു ഫലമില്ലാത്ത വൃക്ഷം പോലെ കടന്നു പോകുന്ന മനുഷ്യരെ കാണാറുണ്ട്. സങ്കടം തോന്നാറുണ്ട്. എനിക്കിത് പറയാനായിട്ട്, എനിക്ക് 3 മക്കളാണ്. 3 മക്കൾക്ക് ജന്മം കൊടുക്കാനുള്ള ഒരു ആരോഗ്യം ഉണ്ടായുള്ളൂ. എന്നാൽ എൻ്റെ അപ്പന് 11 മക്കളാണ്. എൻ്റെ അപ്പന് 11 മക്കളാണ്. ആ 11 മക്കളും ഒരാൾ മരിച്ചു പോയിട്ട് ബാക്കി 10 പേര് ഇന്നും ജീവിച്ചിരിക്കുന്നു. എല്ലാവരും ഭൂമിയിലൊരു സാധാരണ ജീവിതം ജീവിക്കുന്നു. സാമ്പത്തികമായിട്ട് വലിയ ഒന്നും അല്ലെങ്കിൽ പോലും പട്ടിണിയില്ലാതെ അത്യാവശ്യം കരുതലോടെയും സ്നേഹത്തോടെയൊക്കെ ജീവിക്കുന്നു. അതുകൊണ്ട് ഇനിയും സമ്പത്തുണ്ടാകുക നല്ല കാര്യമാണ്. പക്ഷേ ആ സമ്പത്ത് ഉപയോഗിക്കാൻ മക്കൾ കൂടുതലുണ്ടാകുക എന്നുള്ളത് ഏറ്റവും വലിയ ആവശ്യമാണ്. ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഈ പരാജയത്തിൽ നിന്ന് ഇനി കരകയറാൻ എത്ര നാളെടുക്കുമെന്നറിയില്ല. എങ്കിലും ഇനിയും വിവാഹം കഴിക്കുന്ന കൂടുതൽ ചെറുപ്പക്കാരോട് ഒന്ന് പറയുകയാണ്, കൂടുതൽ മക്കൾക്ക് ജന്മം കൊടുക്കുക കേട്ടോ. അങ്ങനെ കൊടുത്താൽ അതൊരു വലിയ ദൈവാനുഗ്രഹമായിരിക്കും. സഭയ്ക്കും സമൂഹത്തിനും ലോകത്തിനും. അത് ഈ അമേരിക്കക്കാർ ഇന്ത്യക്കാരെ കൂടുതൽ സ്നേഹിക്കാൻ കാര്യമല്ല. ഇവിടെ നല്ല യൂത്തുണ്ട്. ഇവിടെ മനുഷ്യരുടെ എണ്ണം കൂടുതലാണ്. മറ്റു പല രാജ്യങ്ങളിലേക്കും നമ്മുടെ മക്കൾ പോകാൻ കാരണം ആ രാജ്യങ്ങളിലൊന്നും കുഞ്ഞുങ്ങളില്ല. ജപ്പാനെ സംബന്ധിച്ച് അടുത്ത സമയത്ത് അറിയാൻ സാധിച്ചത് അവർക്ക് മക്കളെ വേണ്ട.
അപ്പനുണ്ടാക്കിയ ഒട്ടാര സദൃശ്യമായ വീടുകളൊന്നും വേണ്ട. ഇനി ഒരു കൊച്ചു മുറി മതി. കല്യാണം കഴിച്ച് മക്കൾക്ക് ജന്മം കൊടുക്കാനുള്ള താല്പര്യമൊന്നും ഇല്ലാത്തൊരു സമൂഹമായി ജപ്പാൻ അധപ്പതിക്കുന്നു. അപ്പോൾ ഏറെക്കുറെ അതുപോലെയാണ് നമ്മുടെയും പോക്ക്. അതുകൊണ്ട് കഴിയുന്നിടത്തോളം ദൈവസ്നേഹത്തോടെ പ്രവർത്തിക്കുവാൻ. നമുക്ക് മക്കളില്ലെങ്കിലും ഒരാൾക്ക് മക്കളുണ്ടാകുന്ന സാമ്പത്തിക വിഷമമുള്ള ഒരാളെ സഹായിച്ചു നോക്ക്. ഒരു വലിയ സുവിശേഷ വേലയായിരിക്കും, വലിയ ദൈവാനുഗ്രഹമായിരിക്കും. വ്യക്തിപരമായിട്ട് അങ്ങനെ ചെയ്യേ. എനിക്ക് പറ്റാത്തത് മറ്റൊരാൾക്ക് കഴിയുമെങ്കിൽ അവർക്ക് വേണ്ടുന്ന നന്മ ചെയ്തു കൊടുക്കുക. അങ്ങനെ അതും ഒരു സുവിശേഷമായി മാറും. അങ്ങനെ ജീവിത ബലി അർപ്പിച്ച സുവിശേഷം നമുക്ക് ലോകത്തിന് കൊടുക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ നിങ്ങളെ സഹായിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.